ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ്. ഈ നാളെ ഒരു സിനിമ സമരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു കാര്യം. അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല. അങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങളിങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സമരത്തിലേക്ക് പോവാം, അങ്ങനെയാണ്. എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച്, അങ്ങനെയാണല്ലോ. ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല. ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ 100% പിന്തുണയ്ക്കും. കാരണം എന്തിനും സമരമല്ലല്ലോ പരിഹാരം. സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാമല്ലോ. 100% താരങ്ങളല്ല, അതിൻ്റെ അകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ താരങ്ങളുടെ ശമ്പളം ഈവൻ കുറയ്ക്കണം. നിങ്ങൾക്ക് ആന്റണി ചേട്ടനെ തന്നെ വിളിച്ച് ചോദിക്കാം, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. 100% അദ്ദേഹം സംഘടനയ്ക്കൊപ്പമാണ്. പക്ഷേ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം, പുള്ളി ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഇരിക്കുമ്പോൾ ആ പടം റിലീസ് ആവാത്തത് കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് എന്തോ പറഞ്ഞൊരു കാര്യങ്ങൾ പുള്ളിക്ക് ഫീലായി. നമസ്കാരം, ഞാൻ ലിസിൻ സ്റ്റീഫനാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററും അതോടൊപ്പം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ അസോസിയേഷനിൽ ഞങ്ങൾക്കുള്ളിൽ നടന്ന വിഷയങ്ങൾ ഇങ്ങനെ പുറത്തു വരികയും അത് പുറത്ത് ഒരുപാട് പേർക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമായി മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാനിന്ന് അത് ഒരു പരിധി വിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഉള്ളിലുള്ളവരുടെ ഇടയിൽ ആയിട്ട് ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചു കൂട്ടിയത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സിനിമ എന്ന് പറയുന്നത് സിനിമ, സ്പോർട്സ്, രാഷ്ട്രീയം ഇതൊക്കെ മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഒരു വിനോദമാണ്, എൻ്റർടൈൻമെൻ്റാണ്. അപ്പം ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സിനിമ ഏറ്റെടുക്കുമ്പോൾ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. കാരണം 2024 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമായിരുന്നു. അതായത് ഒരു ജനുവരി വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഡിസംബർ വരേക്കും ഏറ്റവും നല്ല ഹിറ്റുകൾ ഉണ്ടായ ഒരു വർഷമാണ് 2024. അപ്പം അങ്ങനെ ഒരു വർഷത്തിൽ നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യവസായം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ഇതിന് വേണ്ടപ്പെട്ട പ്രധാനമായ കാര്യങ്ങൾ ഞങ്ങളെ അത്രമാത്രം വേണ്ട രീതിയിൽ കാണുന്നില്ലേ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ട്. മറ്റ് ഭാഷകളെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അന്യഭാഷാ ചിത്രങ്ങൾ അവരെടുക്കാനായിട്ട് തയ്യാറാകുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയിൽ നിന്ന് ഭയങ്കരമായ ഡിസ്കഷൻ വരികയും ഞങ്ങളുടെ ഒരു ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് കൂടിയപ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് കൂടെ ഞങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മെയിൻ പ്ലാറ്റ്ഫോമുകളായ അവരൊന്നും ഇപ്പോൾ മലയാള സിനിമ ബിഫോർ റിലീസ് എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതിൻ്റെ ഒരു ചർച്ച ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഗൗരവമായിട്ട് ഓരോ മാസവും ഇങ്ങനെ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനെ കൂടിയപ്പോൾ നമുക്കൊരു സംയുക്ത മീറ്റിംഗ് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചു ചേർത്ത ഒരു സംയുക്ത മീറ്റിംഗ്, അതിൻ്റെ അകത്ത് ഫിയോക്ക് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ചേംബറിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആർട്ടിസ്റ്റിനെ നമ്മൾ ഈവൻ വിളിച്ചതായിരുന്നു. അപ്പോൾ അവർക്കത് വരാനായിട്ട് ഈവൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ മെമ്പറായിട്ടുള്ള ആന്റണി ചേട്ടനെ എല്ലാം ഞങ്ങൾ വിളിച്ചിരുന്നതാണ്. അപ്പോൾ പറ്റുന്നവർ മാത്രം അന്ന് അവൈലബിലിറ്റി, ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആ ദിവസം ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം അന്ന് ആന്റണി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പല സംഘടനകൾ കൂടി ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡിസ്കഷൻ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് 1-2 കാര്യങ്ങൾ മാത്രം പറയുവാണ് എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ളത്.
മെയിനായിട്ട് ഞങ്ങൾ തിയേറ്ററുകാരനെ കൂടെ ഇതിനകത്ത് വിളിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, തിയേറ്ററിൽ നമ്മൾ പടം എത്തിക്കുകയാണ്. കാരണം അവർക്കിത് അറിയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു വിഷമം തിയേറ്ററുകാരോട് പറഞ്ഞു. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കും. തിയേറ്ററിൽ ഒരു മിനിമം അഡ്വാൻസ് നമുക്ക് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു വ്യവസ്ഥ, ഒരു മിനിമം ഗ്യാരണ്ടി, അതായത് നമ്മളൊരു പടം ഒരു തിയേറ്ററിൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു എക്സാമ്പിൾ, ഒരു എറണാകുളത്ത് പത്മ എന്ന് പറയുന്ന തിയേറ്ററിൽ അല്ലെ കവിത എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മളൊരു പടം ഒരു 50 ലക്ഷം രൂപ വരെ പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്ന പടങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് മിനിമം ഗ്യാരണ്ടിക്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ 10 ലക്ഷം രൂപ വരുന്ന ആ ഒരു 10 ലക്ഷം രൂപ ഗ്യാരണ്ടി പ്രൊഡ്യൂസർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ ഒരു സംയുക്ത മീറ്റിങ്ങിൽ. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ, ടെക്നീഷ്യന്മാരുടെ റെമ്യൂണറേഷൻ, ഇതെല്ലാം നമുക്ക് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതെല്ലാം ഇതൊക്കെ അറിയിച്ചുകൊണ്ടിട്ട് ഞങ്ങളൊരു ലെറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയ്ക്ക് അയച്ചിരുന്നു. ആ ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ 30% ആർട്ടിസ്റ്റുകൾ, അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ അതിൻ്റെ ഒരു 30%, ഡബ്ബിംഗ് സമയത്ത് ഞങ്ങളൊരു 30%, ബാക്കി 40% എന്ന് പറയുന്നത് ബിഫോർ റിലീസ്. അപ്പം നിങ്ങൾക്കറിയാം, ഡബ്ബിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഹോൾഡില്ല, പ്രൊഡ്യൂസർ തരാതിരിക്കാം. അപ്പം അതിനുള്ളൊരു ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ടിട്ട് ആ ബാക്കി വരുന്ന 40% എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് കിട്ടിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു NOCയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാനായിട്ടുള്ള NOC നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയും ചെയ്തിട്ട് ഉള്ള ഒരു ലെറ്റർ ഞങ്ങൾ അമ്മ അസോസിയേഷന് അയച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഈ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കൊരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്നും, ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് PN വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അവരുടെ ജനറൽ ബോഡി കൂടുന്നത് വരെ ഞങ്ങൾക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അമ്മ എന്ന് പറയുന്ന സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത്, ഈ അസോസിയേഷൻ, പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കടബാധ്യത പോലും തീർന്നത്. അപ്പം അത്രയും നല്ലൊരു റാപ്പോ ഞങ്ങൾക്കുള്ളിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇപ്പോൾ ഇവനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് വേറെ ഇത് വേറെ. കാരണം അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ അമ്മ അസോസിയേഷനുള്ളൂ. അപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വക നിസ്സാര കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നടന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ വന്ന അടുത്തൊരു ഡിസ്കഷനാണ് ഈ ടാക്സിൻ്റെ പ്രോബ്ലം, ഡബിൾ ടാക്സ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഏത് സാധനം വാങ്ങുമ്പോഴും ഒരു സംഭവം ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുവാണെങ്കിൽ അതിനൊരു ടാക്സ് ഉണ്ട്. അപ്പോൾ ആ ടാക്സ് കൂടെ GSTയും കൂടെ അടച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച്, സിനിമേനെ സംബന്ധിച്ചെന്ന് പറയുമ്പം ഡബിൾ ടാക്സേഷൻ വരുവാണ്. ഗവൺമെൻറ്റിൻ്റെ ഇടയിലുള്ള സർക്കാരിൻ്റെ ഇടയിലുള്ള അധിക നികുതി ചാർജും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ടിട്ട് അത് പ്രേക്ഷകരിലേക്കാണ് അത് എത്തുന്നത്. അപ്പോൾ പ്രേക്ഷകരെന്താണെന്ന് അവിടെ ചൂസ് ചെയ്യാവുകയാണ്. അപ്പം ഒരു ഹിറ്റാവുന്ന പടത്തെ മാത്രം കണ്ടുകൊണ്ടിട്ട് തിയേറ്ററിൽ വരാം എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ സിനിമേനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ട് നിൽക്കുന്ന തിയേറ്ററുകളെല്ലാം പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഞാൻ ഒരു നിർമ്മാതാവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു തിയേറ്റർ നടത്തുന്ന ഒരാളായി മാറിയത്. അപ്പം എനിക്ക് കേരളത്തിൽ 38-40ഓളം തിയേറ്ററുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഓണർഷിപ്പിലല്ല, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നതാണ്. ഞാൻ ഈ നടത്തുന്ന തിയേറ്ററുകളെല്ലാം ഇതിൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഞാൻ ലീസിന് വാങ്ങിയേക്കുന്ന തിയേറ്ററുകളാണ്. അപ്പം അവരത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത് അവർക്കത് നടത്താനായിട്ട് പറ്റുന്നില്ല, ലാഭകരമല്ലാത്തത് കൊണ്ടിട്ടാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനതൊരു 100% സിനിമയോടുള്ള ഒരു പാഷൻ്റെയും കൂടെ പുറത്താണ് ഞാൻ സിനിമ തിയേറ്ററുകളിലൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് സിനിമ തിയേറ്ററുകാരുടെ അവസ്ഥ വളരെയധികം നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ
17-18 സ്ക്രീനുകളോളം കേരള സർക്കാരിൻ്റെയാണ്. കൈരളി ശ്രീ തിയേറ്ററുകൾ സർക്കാരിൻ്റെ തിയേറ്ററുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോൾ ഒരു തിയേറ്റർ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരു സ്ഥലത്ത് സർക്കാരിൻ്റെ ഒരു തിയേറ്ററും നടത്തുമ്പോൾ, അവിടെ 2 തിയേറ്റർ നടത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് വിളിക്കുന്നത് പടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലായിട്ട് ബിസിനസ് ചെയ്യുന്ന എനിക്കോ അല്ലെ എന്നെ പോലെയുള്ള ആൾക്കോ പടം തരുമോ, അത് സർക്കാർ തിയേറ്ററിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുമോ? അപ്പം സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും നമുക്കൊരു ഭീഷണിയാണ്. കാരണം സർക്കാരും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും സർക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാരിനല്ലേ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു നിർമ്മാണം, ഒരു അസോസിയേഷനിൽ ഞങ്ങളൊരു മാസത്തിൽ ഒരു മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ പുതിയതായിട്ട് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് 10-30 സിനിമകളാണ്, പുതിയ സിനിമകൾ പ്രപ്പോസലായിട്ട് വരുന്നത്. അപ്പോൾ അത് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ആ സ്ഥിതിയിൽ ഇപ്പോൾ 5 സിനിമകൾ 4 സിനിമകൾ മാത്രമാണ് ഓരോ മാസവും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അതിൽ പോലും നമുക്കറിയാം, നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അട്രാക്ഷനുള്ള സിനിമകൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാൻ പോലും ഉള്ളതില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പോലും പറ്റുന്ന സിനിമകളില്ല. അപ്പോൾ അത്രയും ഒരു തരത്തിലേക്ക് സിനിമയുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, പുതിയ സിനിമകൾ ആരംഭിക്കുന്ന ആയിക്കോട്ടെ, എല്ലാം താന്നു പോകുന്ന സ്ഥിതിക്ക് നമ്മൾ അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത്. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഫിയോക്ക് ഉണ്ടായിരുന്നു, ഫെഫ്കെ ഉണ്ടായിരുന്നു, ബാക്കി മറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കൂടെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റുള്ള വിവരം ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ അതിൽ നിന്ന് പോയി, എനിക്ക് വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടിട്ടും വേറെ പടങ്ങൾ ഷൂട്ട് നടക്കുന്നതുകൊണ്ടിട്ടും അതിൽ പങ്കെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ആൻഡോ ജോസഫ്, ഞങ്ങളുടെ പ്രസിഡൻറ്റ്, വേറെ ഒരു ഒരു വലിയ പടത്തിൻ്റെ കാര്യമായിട്ട് അതിൻ്റെ തിരക്കിലായതുകൊണ്ടിട്ട് അതിൻ്റെ ചുമതലയുള്ളത് വൈസ് പ്രസിഡൻറ്റുമാരാണ്. വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സിനിമ നിർമ്മാതാവ് ജി സുരേഷ് കുമാറും സിയാദ് വോക്കറുമാണ് വൈസ് പ്രസിഡൻറ്റുമാർ. അപ്പം അവരെല്ലാവരും ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക, അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മെമ്പർ, ഇപ്പം എന്നേക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നേക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും, അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല. അപ്പോൾ ഒരാളുടെ പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് ആന്റണി ചേട്ടനെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ആ ഒരു പടം നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്, അത് ബിസിനസ് ചെയ്ത് തീർക്കുന്നവരെ. കാരണം ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ 2-3 പടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററുകാരുടെ മുന്നിൽ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ബിസിനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾക്കറിയാം, ഒരു ഇൻകം ടാക്സ് ഇപ്പോൾ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പോലും പല സ്ഥലത്ത് റെയ്ഡ് പോകുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ട് സിനിമാ ന്യൂസുകൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, അല്ല വാർത്തകൾ കൂടുതൽ വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങളുടെ സംഘടനകളിലും അത് പലതരം ടോക്കുകൾക്ക് വഴി തെളിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മീറ്റിംഗ്, ഒരിക്കൽ കൂടി പറയുന്നത്, ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടിട്ടാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ്. ഈ നാളെ ഒരു സിനിമ സമരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുരേഷ് ഏട്ടനും ഒരു പർപ്പസ്ഫുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഇന്ന ഒരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന ഒരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല.
നിങ്ങൾക്കറിയാം ഒരു അസോസിയേഷനെ സംബന്ധിച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഈവൻ കാര്യങ്ങൾ. അതിനുശേഷം അതിന് മറുപടി എന്താണ് മോഹൻലാൽ ആന്റി പോസ്റ്റ് ആദ്യം പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ആന്റി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ഏട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷേ അങ്ങ് സുരേഷ് കുമാർ ഇപ്പം അല്ല അല്ല അത് കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ഒരു പക്ഷേ ഞാനും അതിൻ്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ലേ. അപ്പോൾ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിൻ്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഈവൻ പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പം ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇപ്പം ഇവൻ ഇരിക്കാം. അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു അല്ല അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിൻ്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിങ്ങിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ആന്റണി പെരുമ്പാവൂരിന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി പെരുമ്പാവൂർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണത്. എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങളിത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻ്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പോൾ പല നിർമ്മാതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്. അല്ലാണ്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം. ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത്, ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു സിനിമകളും വിട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ പോലും കളക്ട് ആവാത്ത സിനിമകളെല്ലാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതല്ല ചോദ്യം ഞാൻ ചോദിച്ചത്. ആന്റണി പെരുമ്പാവൂരിന്റെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുതൽ മുടക്കുണ്ട്. അത് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനോട് പറഞ്ഞു എന്നാണ് സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്നത്. അത് വലിയ ചർച്ചയായി. അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അസോസിയേഷൻ, ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്താനാണ് വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല സമ്മതിച്ചു. അത് പറഞ്ഞതിൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും അത് തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. ഞാൻ എന്തിനാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത്. ഇറങ്ങാൻ പോകുന്ന സിനിമേനെ പറ്റി എന്തോ അല്ല, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു ആ ഇതിൽ. കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ്, ബിസിനസ് നടത്താത്തൊരു സിനിമയാണ്. പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇത് സംഘടനയെ പറയാതെ ഇത് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം ഇവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവർ തമ്മിൽ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. ലാലേട്ടനായിക്കോട്ടെ, സുരേഷ് ഏട്ടനായിക്കോട്ടെ, ആന്റണി ചേട്ടനായിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഒരു കാര്യം വന്നു, പക്ഷേ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു, വേറൊരാൾ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു. എങ്ങനെ? അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ. കാരണം അതിൻ്റെ അകത്ത് ഒരു മെമ്പർ കാട്ടി, ഇപ്പം ഞാൻ ചോദിച്ചിട്ട് അമ്മ അസോസിയേഷനിൽ അല്ല ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്, ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. അല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി? നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുമല്ലോ. നമ്മൾ ചർച്ചകൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കൂലേ? എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ? അമ്മയായിട്ടോ FK ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തും. തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു 40 തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 750 തിയേറ്ററുകളോ ഉണ്ട്, സ്ക്രീനുകളോളം ഉണ്ട്. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റാണ്. പറഞ്ഞു മനസ്സിലാവും? പക്ഷേ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോവും. അല്ലെങ്കിൽ എന്നാൽ സമരം ആണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ട. ഞാനുൾപ്പെടെ ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് നിന്ന് വളർന്ന ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. അപ്പോൾ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പോൾ സർക്കാർ പറയാറില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല, ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുന്നു, ഇന്ന രീതിയിൽ ഹർത്താൽ ഉണ്ടാവുന്നു. ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ? അപ്പം അല്ലല്ല പ്രശ്നം, ഒരു മിനിറ്റ്, അങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങളിങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സമരത്തിലേക്ക് പോവാം, അങ്ങനെയാണ്. അതാണ് ഇപ്പൊ വാക്കുകൾ ഇപ്പൊ ആർക്കും വന്നിട്ട് ഇവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ. പറഞ്ഞു മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ജൂൺ 1-ാം തീയതി മുതൽ സമരം അല്ല എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച്, അങ്ങനെയാണല്ലോ. അല്ല ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഒരു സെക്കൻഡ്, ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള ഒരാളല്ല. ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സമരത്തിനെ വന്നിട്ട് നമ്മൾ 100% പിന്തുണയ്ക്കും. കാരണം എന്തിനും സമരം അല്ലല്ലോ പരിഹാരം. സമരത്തിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാമല്ലോ. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ. എന്താണ് ഇപ്പോ ദിനു അങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഒരു സെക്കൻഡ്, ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ ഒരു ഭിന്നത ഇല്ല. ഞങ്ങളുടെ
ഇവിടെ ഒരു പ്രശ്നം ഒരു മിനിറ്റ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ചേട്ടൻ പറയുന്നത് ആന്റണി പെരുമ്പാവൂർ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിട്ടത് ഭയങ്കര തെറ്റായ നടപടിയല്ലേ? അല്ല, ആന്റണി ചേട്ടൻ്റെ ഒരു വികാരം ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് പുള്ളിയുടെ ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമേനെ പറ്റി വേറൊരാൾക്ക് പറയാൻ വേണ്ടി അതിൻ്റെ ഒരു ബഡ്ജറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പം പറയാൻ വേണ്ടിയിട്ടിട്ട് ആരാണ് ചുമതലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ്. സുരേഷ് ഏട്ടൻ ഒരു ഫ്രണ്ട്, ഇപ്പം നമുക്കിപ്പോൾ ചിലരുടെ അടുത്ത് ചില ഫ്രീഡം ഉണ്ടാവുമല്ലോ, പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൽ ഇവരൊക്കെ നടത്തിയ ഒരു ടോക്കിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. സമരം പ്രഖ്യാപിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് വൈസ് പ്രസിഡന്റാണ്. ലിസ്റ്റിൻ പറയുന്ന സമരത്തിന് ഒപ്പമില്ല. അല്ല, അങ്ങനെയല്ല, സമരത്തിന് ഒപ്പമില്ല. അല്ല ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് പണി കിട്ടുന്ന പോലെ ആക്കരുത്. അതുകൊണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ജൂൺ 1 നമ്മൾ സമരം ഇവ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടന്നില്ല എങ്കിൽ ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടതായിട്ട് വരും എന്നാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അല്ലല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വിധത്തിൽ സംസാര ശൈലി, ഇപ്പോൾ ഞാൻ ചോദിച്ചല്ലേ, തിരുവനന്തപുരം ഭാഷയാണോ എറണാകുളം ഭാഷയാണോ കോഴിക്കോടുള്ളത്? പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഒരു സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരിക്കലും. എന്ന് വെച്ച് അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇഷ്യൂവിനെ വന്നിട്ട് അതൊരു മൂർച്ഛിതാവസ്ഥയിൽ എത്തിക്കേണ്ട ഒരാളല്ല. ഒരു ഇന്നോ നാളെയോ അല്ലല്ലോ സമരം വെച്ചേക്കുന്നത്. ഇതൊന്നും വന്നില്ലെങ്കിൽ ജൂൺ മാസത്തിലാണ്, ഇനിയും കിടക്കുന്നു. ഇത് ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്. സമരത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് ഈ തീരുമാന സംഘടന എടുക്കുന്നതിന് മുമ്പ് സംഘടന പറഞ്ഞു. ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണല്ലോ, അവിടെ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്ന ഒരു സമയത്ത് ഞാനില്ല. ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ പോയിന്റ് നമ്മൾ ഇതൊന്നും നടന്നില്ല എങ്കിൽ ഒന്നും നടന്നില്ല, നമുക്ക് അനുകൂലമായിട്ട് ഒരു പരിപാടികൾ നടക്കുന്നില്ല എങ്കിൽ നമുക്കൊരു സമരത്തിലേക്ക് പോകാമെന്ന് എല്ലാ സംഘടനകൾ കൂടി ചർച്ച ഉണ്ടായി, നമുക്ക് പോകാമെന്നുള്ളത്. ആ പോകുന്നതിന് മുമ്പ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ. അതെന്താണ്? ജൂൺ മുതൽ എങ്ങനെ ജൂൺ മാസം നമ്മൾ പറഞ്ഞുള്ളൂ. ജൂൺ 1 എന്ന് പറഞ്ഞിട്ടില്ല, ജൂൺ മാസം എന്ന് പറഞ്ഞു. അല്ല, ഒരു സെക്കൻഡ്, ഒരു സംഘടനയ്ക്കുള്ളിൽ അങ്ങനെയാണല്ലോ. ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ഒരാൾ പല പടങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സംഘടനയാണ് ആ പ്രശ്നം ഉണ്ടായ പടങ്ങളിലെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത്. സംഘടന നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവർക്കും 8, 10, 20 അല്ല മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംഘടന എന്തിനാണ്? സംഘടനയ്ക്ക് ഒപ്പമാണോ സംഘടനയ്ക്ക് എതിരെ? കൺഫ്യൂഷനോ? അല്ല, സംഘടനയ്ക്ക് ലിസ്റ്റിൻ സംഘടനയ്ക്ക് ഒപ്പമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് പറഞ്ഞത്. എന്തുകൊണ്ടിട്ട് സംഘടന 100% സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ഞാനല്ല, ഒരു മിനിറ്റ്, ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ തീരുമാനമാണോ? മജോറിറ്റി തീരുമാനമല്ലേ പാസ്സാക്കുന്നത്? ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ ജയിക്കുന്നത്? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, കാർണിവൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് 10 കോടി രൂപയോളം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. തിയേറ്റർ സംഘടന ഉള്ളത് കൊണ്ടിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് പിരിച്ചു കിട്ടിയത്. അപ്പോൾ സംഘടനയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സംഘടനയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് ഒരു സമരത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊപ്പം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് പക്ഷേ സംഘടനയ്ക്കുള്ളിലുള്ള അംഗങ്ങളിൽ ഏകാഭിപ്രായം വരുന്ന കാര്യങ്ങളാണല്ലോ ഒരു വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ അത് പറയേണ്ടതുള്ളൂ. അതല്ലാതൊരു കാരണം ഇപ്പൊ ലിസ്റ്റിന് തന്നെ മാറ്റി പറയേണ്ടി വരുന്ന കാര്യം. ഞാൻ മാറ്റിയല്ല പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ എന്താ മാറ്റി പറഞ്ഞത്? അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾ എൻ്റെ അഭിപ്രായമാണ് ചോദിച്ചത് അല്ലേ? സംഘടനയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്.
സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും സംഘടനയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഒരു ഇൻഡിവിജ്വലായിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അത് മനസ്സിലാക്കണം. സജീവമായി നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നതാണ് ലിസ്റ്റിനും ആന്റണി പെരുമ്പാവൂരും ഒക്കെ. എന്താണ് സജീവമായി നിർമ്മാണ മേഖലയിലും സിനിമ റിലീസാകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ലിസ്റ്റിനും ആന്റണി പെരുമ്പാവൂരും ഒക്കെ. ഇവരൊന്നും സമരത്തിന് അനുകൂലിക്കുന്നില്ല. അപ്പൊ ഈ സിനിമ ചെയ്യാത്ത ആളുകളാണോ സമരത്തിന് അനുകൂലിക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇപ്പോൾ സിനിമ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. സിനിമ ഇപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ലാസ്റ്റ് സുരേഷ് ഏട്ടൻ നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം 2022 നിർമ്മിച്ചയാളാണ്. ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് അതിൻ്റെ അകത്തെ നായകൻ. കീർത്തി സുരേഷാണ് നായിക. സിയാദ് കോക്ർ, മാരിവില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ്. ദേവദൂതൻ റിലീസ് ചെയ്തു. കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവർ ഇപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അവർ പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ലല്ലോ. നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സാണ് സിയാദ് കോക്ർ, സുരേഷ് കുമാർ എല്ലാം. ഞങ്ങളുടെ സജീവ മെമ്പറാണ്, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്. നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സാണ് അവർ. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ്. 100% അസോസിയേഷനൊപ്പം തന്നെയാണ്. അല്ല ദിനു, ഞാൻ പറയുന്നത് അതായത് പുള്ളിയുടെ അഭിപ്രായം ഇവൻ പറഞ്ഞു, ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ടൈമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ സമയമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ അത് ഒരു കുറേ സമയം എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. അത് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. എന്തോ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതൊന്ന് പറഞ്ഞോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, അങ്ങനത്തെ ഉള്ള ആളുകളെ മാത്രം ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാത്ത, ആർക്കും വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും തെറ്റിദ്ധാരണ രീതിയിൽ ആ രീതിയിൽ പോലും വരുത്താത്ത രീതിയിലുള്ള ആൾക്കാരെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ സിനിമേനെ 100% ഡിപ്പെൻഡ് ചെയ്ത് സിനിമയാണ് നമ്മുടെ 100% ബിസിനസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംഘടന നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കഷനിലൂടെ തന്നെ പോകുന്ന കാര്യങ്ങളാണ്. അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു, ഇത് അറിയണം, ഇവരോട് അറിയണം. ഇവരറിഞ്ഞില്ല എന്ന് ഇവരൊന്നും അടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ്. ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു വിട്ടു ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്തു വിട്ടു എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുവാണ് അതിനോട് ചിലപ്പോൾ, അതായത് വലിയ റിസ്ക് എടുക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവത്തില്ല. ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ മജോറിറ്റി പറയുവാണ് ഞങ്ങളൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ, എന്നിട്ടും എന്തിനാണ് ഇവരൊക്കെ ഇത്ര ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ആരൊക്കെ ഇരിക്കുന്നതോ അവരത് പറയാനായിട്ട് ബാധ്യസ്ഥരായി പോവുകയാണ്. അതെന്താണ് മനസ്സിലാക്കാത്തത്? 100% ഉണ്ട്. 100% താരങ്ങളല്ല, അതിൻ്റെ അകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ താരങ്ങളുടെ ശമ്പളം ഈവൻ കുറയ്ക്കണം. അവർക്ക് സിനിമകൾ നിർമ്മിക്കാം, അവർക്ക് തന്നെ ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, അവർക്ക് തിയേറ്ററിൽ തന്നെ അവർക്ക് വാങ്ങിച്ച് അവർക്ക് പ്രദർശനം നടത്തും. ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. നമ്മളൊരു ഒരു 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 പ്രസ്ഥാനമായിട്ട് ഇവൻ ഇരിക്കുമ്പോൾ, സിനിമാ നിർമ്മാതാവായിട്ട് ഇപ്പം ഇവൻ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാമല്ലോ. പക്ഷെ പല നടന്മാരും നിർമ്മാതാക്കളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന് ജയചന്ദ്രൻ അങ്ങനെ അവർക്ക് സ്വന്തം പ്രൊഫഷൻ തന്നെയാണ്. ഈ സമരത്തെ അനുകൂലിക്കാതെ അത്തരം സിനിമകളുമായിട്ട് അവർ മുന്നോട്ട് പോയാൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. അതിൽ യോജിക്കുന്നുണ്ടോ? അല്ല, ഒരു മിനിറ്റ്. അതായത് അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്നോടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. എന്താണ്?
സിനിമ, അതായത് സിനിമ നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുന്നു, സംഘടനയ്ക്കൊപ്പം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സംഘടനയ്ക്കൊപ്പം അവരും ഈ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സാധനം അവർ കളിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ, അല്ല ഒരു മിനിറ്റ്, താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അവർ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് എനിക്കൊന്ന് കാട്ടിത്തന്നാൽ മതി. അല്ല അതൊന്ന് എനിക്കൊന്ന് കാട്ടിത്തന്നാൽ മതി. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ എന്താണ്? അല്ല താരങ്ങൾ, ഞാനത് കേട്ടില്ല. കാരണം താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടില്ല. അല്ല എന്തു ആയിക്കട്ടെ, ഇപ്പൊ ഈ കാര്യങ്ങളൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, താരങ്ങൾ പൈസ കുറയ്ക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇപ്പം അവിടെ പറഞ്ഞ ഒരു കാരണം, ഒരു പ്രൊഡ്യൂസർ കുത്തുവാള് കിട്ടും അല്ലെ, വിറകുവരയിൽ കിടക്കുകയാണ്. ആ ഡയറക്ടറിന്റെ പേര് സൈലം വന്നു. ആ പൊതുവാളുമായിട്ട് ആ ഡയറക്ടറുമായിട്ട് താങ്കൾ ഇപ്പോൾ ഒരു സിനിമ കാണും അല്ലെ, 20 കോടി 4 കോടി പറഞ്ഞ സിനിമ 20 കോടി. താങ്കൾ ഈ സ്ഥാനത്തില്ല, ട്രഷർ സ്ഥാനത്തിരിക്കുന്ന ആള് അദ്ദേഹമായി കൈകോർത്തിപ്പം സിനിമ ചെയ്തു. ഇന്നലെ വലിയ വിമർശനം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ കുറയ്ക്കണമെന്ന് പറയും, അയാളുടെ കൂടെ താങ്കളും വരെ ഉൾപ്പെടെ കൂടുകയാണ്, അതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുകയും അങ്ങനെ ഒരു സിനിമ ഇറങ്ങുകയും ആ ഒരു പ്രൊഡ്യൂസർക്ക് അതൊരു വലിയ നഷ്ടവും സംഭവിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫെഫ്ക പോലും അവരുടെ സംഘടനയിൽ നിന്ന് ആ ഡയറക്ടർക്ക് എതിരെ വന്നിട്ട് കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചില അവരുടെ ഇൻറ്റേർണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാം ആ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും ആ ഫെഫ്ക എന്നുള്ള ആളുകളെയും വിളിച്ചിട്ട് ചർച്ച നടത്തി ആ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ആരംഭിച്ചതും. അല്ലാതെ ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയല്ല ഞാൻ ആ സംവിധായകൻ്റെ പടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്, നിങ്ങൾക്ക് ആ നിർമ്മാതാവ് ആരാന്നറിയാലോ, ആ നിർമ്മാതാവിനോട് വിളിച്ചു ചോദിക്കും. ആ നിർമ്മാതാവും സംഘടനയിൽ വന്നതാണ്. ആ നിർമ്മാതാവിൻ്റെ ഇഷ്യൂസ് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയത്. അത് പരിഹരിച്ചെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ആ ഡയറക്ടറിനെതിരെ പറയുന്നത് ശരിയാണോ? ആ പ്രശ്നമൊക്കെ പരിഹരിച്ചാണെന്നെങ്കിലും പറയണ്ടേ? അപ്പൊ ആ ഡയറക്ടറിന്റെ സ്ഥാനം ഇവിടെ, ഡയറക്ടറിന് വലിയ അല്ല ഒരു മിനിറ്റ്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായെന്നുള്ളതും അലി എന്നോട് ചോദിച്ചത് എന്താണ്, ആ സംവിധായകനൊപ്പം ലിസ്റ്റും വർക്ക് ചെയ്യുന്നല്ലേ? ഞാൻ ഒരു സെക്കൻഡ്, ആ ഒരു വിഷയം ഉള്ളത് അത് സംഘടനയ്ക്കകത്താണ്, പറഞ്ഞു മനസ്സിലാവും. ആ സംഘടനയിൽ ആ ഇഷ്യൂ, ആ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. ഈ ആൾക്കെതിരെ എന്ത് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സംവിധായകനൊപ്പം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ബാൻ ചെയ്ത സംവിധായകനൊപ്പം അല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ സംഘടന എന്നോട് പറഞ്ഞിട്ടില്ല ഈ സംവിധായകനൊപ്പം നിർമ്മിക്കരുതെന്ന്, എന്നോട് സംഘടന പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ആ സംവിധായകനൊപ്പം പടം വർക്ക് ചെയ്യത്തില്ല, 100% ഉറപ്പാണ്. അങ്ങനെ ആ സംഘടന എന്നോട് ഫെഫ്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ എന്നോട് പറഞ്ഞിട്ടില്ല. ആ പ്രശ്നം തീർത്തു. പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് അതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആൾക്ക് ടെക്നീഷ്യൻസിനൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഡയറക്ടർ പൈസ കൊടുത്തു. പിന്നെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു വേറൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം ധാരണ ആയതിനു ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയത്. അല്ല അതെല്ലാം ഒരു ബിസിനസിൻ്റെ ഒരു ഇതാണല്ലോ. ഇപ്പോൾ ഒരു പത്രക്കുറിപ്പിൽ എന്തോ ഞാനിപ്പോൾ ഓർക്കുക, മോഹൻലാലിനാണോ ഏതോ ഒരു ആർട്ടിസ്റ്റിന് വട്ടാണ് എന്നാണ് തലക്കെട്ട് വന്നിരിക്കുന്നത്. അത് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സിനിമ എന്നാൽ വട്ടാണ്, മനസ്സിലായോ? ഹെഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആർട്ടിസ്റ്റിന് വട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിലിങ് വായിക്കുമ്പോഴാണ് പുള്ളിക്ക് സിനിമ എന്നാൽ ഭ്രാന്താണ്, അല്ലെ സിനിമ എന്നാൽ വട്ടാന്ന് അതിൻ്റെ ഡീറ്റെയിലിങ് വായിക്കുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിങ് സിനിമയുടെ ഒരു മെയിൻ ഘടകം. ഇതൊരു ഫെയിം ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 100 കോടി രൂപ എന്ന് പറയും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 25 ദിവസം സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ട് ഇരിക്കുമ്പോഴല്ല 25-ാം ദിവസത്തെ പോസ്റ്റർ ഒട്ടിക്കുന്നത്. 25 ദിവസം തിയേറ്ററിലാകുമ്പോൾ നമ്മൾ 35-ാമത്തെ ദിവസത്തെ പോസ്റ്ററാണ് ഒട്ടിക്കുന്നത്. അങ്ങനെയാണോ മനസ്സിലായത്? അല്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസർ അസോസിയേഷനൊപ്പം തന്നെയാണ് 100% ഞാൻ പറയുന്നു. ആന്റണി ചേട്ടൻ്റെ ഒരു വികാരം രേഖപ്പെടുത്തി, ഫേസ്ബുക്കിൽ കൂടെ ഒരു വികാരം രേഖപ്പെടുത്തി. ഇപ്പോൾ
ഏത് അല്ല, അങ്ങനെ ഒരു വികാരം അങ്ങനെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഇതിലൂടെ രേഖപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ശരിക്കും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് ആദ്യം നമുക്കുള്ളിൽ സംഘടനയ്ക്കുള്ളിലാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ എത്രയോ ഇപ്പൊ ഷാലു പെയ്യാട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ ഇവർ എടുത്തു കളഞ്ഞില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഞാൻ ഒരു സെക്കൻഡ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ അല്ല ഒരു സെക്കൻഡ് അപ്പോഴും ഞാൻ എന്താ പറയുന്നത്, ഞാൻ സംഘടനയ്ക്ക് ഒപ്പാന്ന് പറയും. എൻ്റെ അല്ല ഒരു മിനിറ്റ്, വ്യക്തിപരമായ അഭിപ്രായത്തിന് എന്താണ് കുഴപ്പം? വ്യക്തിപരമായ ഉള്ള അഭിപ്രായത്തിന് ഒരു സെക്കൻഡ്, അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നത് ആന്റണി പെരുമ്പാവൂർ സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ജൂൺ 1 തീയതി മുതൽ അല്ലെ ജൂൺ മാസം ഒരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 100% ആന്റണി പെരുമ്പാവൂർ അതിനൊപ്പം തന്നെയാണ്, സംഘടനയ്ക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ എന്നേക്കാളും വേണ്ടപ്പെട്ട ആളാണ് സംഘടനയ്ക്ക് 100%. അതിൻ്റെ അകത്ത് യാതൊരു തർക്കവും ഇല്ല. എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു എന്താ പറയുക ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം 10-40 പിള്ളേരുണ്ട്. എല്ലാവരും ഫസ്റ്റ് റാങ്കും 1-ാം റാങ്കും 2-ാം റാങ്കും 3-ാം റാങ്കും വെച്ചിട്ടല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലർക്ക് ഓരോരോ രീതിയിലായിരിക്കുമല്ലോ മനസ്സിലാവുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചത് ഒരു കാര്യമുള്ളൂ, ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് സംഘടനയുടെ തീരുമാനം ഒറ്റ കാര്യമുള്ളൂ. അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. ആന്റണി പെരുമ്പാവൂര് ഈ പരസ്യമായി പ്രതികരിച്ചത് ശരിയല്ല, താങ്കളൊക്കെ കാണും. താങ്കളിപ്പോ സംസാരിക്കുന്ന തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ടുപേരെയും എത്തി ഒരു മേശയ്ക്ക് ഇപ്പുറം ഇരുവശം ഇരുത്തിയിട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയമുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നീക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായി ഈ രണ്ടുപേരെയും ഇരുത്തി ചർച്ച ചെയ്യാനോ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു കമന്റ് വന്നത് ശരിയായില്ല എന്നുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന്? ഇപ്പോൾ ആന്റണി ചേട്ടനെ സംബന്ധിച്ച് ആന്റണി ചേട്ടൻ ഇപ്പോൾ എന്നോടോ അല്ല സംഘടനയോടോ ചോദിച്ചിട്ടല്ലോ ഫേസ്ബുക്കിലൊരു സംഭവം ഇവന് ഇട്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നത്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംസാരത്തിൽ തീരാവുന്ന കാര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു വികാരം, ഒരു സംഭവം, ഒരു റിസ്ക് എടുത്തിട്ടിരിക്കുന്ന ഒരാളിൽ എപ്പോഴും ഒരു ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു ചിന്താഗതി ഒരു നോർമലായിട്ട് നിൽക്കുന്ന ഒരാളുടെ ചിന്താഗതിക്ക് സമമല്ല. അതുകൊണ്ടിട്ടാണ് ആ ആളുടെ ഒരു എന്താണ് അല്ല അതാണല്ലോ അല്ലല്ല അതാ ഞാൻ പറഞ്ഞത്. ആന്റണി ചേട്ടൻ ഒരു ഫേസ്ബുക്കിൽ അതാണ് ആന്റണി ചേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈവൻ ഇട്ടപ്പോൾ അത് ശരിയായില്ല എന്നുള്ള അർത്ഥത്തിലാണല്ലോ സംഘടന ഒരു ലെറ്റർ അദ്ദേഹത്തിന് അയച്ചത്. അത് അയച്ചല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ അല്ലല്ലോ ഒരു സെക്കൻഡ് അല്ലല്ല ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ആന്റണി ചേട്ടൻ അങ്ങനെ ഇപ്പം ഞാനാണ് അത് ചെയ്തതെങ്കിൽ എനിക്കെതിരെ അത് വരണ്ടേ? സാന്ദ്ര തോമസ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ അച്ചടക്കം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നീട് സാന്ദ്ര തോമസിനെ പുറത്താക്കുന്നത്. ഈ സാന്ദ്ര തോമസിന്റെ കാര്യം ഇതിന്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. കാരണം സാന്ദ്ര തോമസിന്റെ കേസ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടിട്ട് അത് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടിട്ട് മാത്രമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതിൽ ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് ഇത് ചെയ്തത്. കാരണം ഞാനൊരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാനൊരു അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഒരു അസോസിയേഷൻ്റെ ട്രഷറർ എന്നുള്ള നിലയിലാണ് ഞാൻ പേഴ്സണലി. എന്താണ് വ്യക്തത കുറവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റും. രണ്ട് ചോദ്യം കൃത്യമായിട്ട് ഉന്നയിക്കുകയാണ്. നേരത്തെ ചോദിച്ചാൽ മറുപടി കൊടുത്താണ്. ഈ സിനിമയുടെ ബജറ്റ് പുറത്തു വിട്ടു അല്ലെ, ടോവിനോടെ പേരെടുത്ത് പറഞ്ഞു. ഐഡന്റിറ്റി എന്ന സിനിമ 30 കോടി രൂപയായി. 3 കോടി എന്നുള്ളൂ. ഒരു ആക്ടറുടെ പേരെടുത്ത് പറയുമ്പോൾ ഇപ്പൊ ലിസ്റ്റിന്റെ സിനിമ ഒരു ആക്ടറിന്റെ പേരെടുത്തു, ആ ആക്ടറിന് ഒരു വിലയുമില്ലാതെ സമൂഹത്തിലാവുന്നുണ്ട്. ഇല്ല എന്ന് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അതോടൊപ്പം തന്നെ താരങ്ങൾ നിർമ്മാതാവുന്നതിൽ എന്താണ് കുഴപ്പമില്ല? താരങ്ങൾ പൃഥ്വിരാജ് നിർമ്മാതാവാണ് അല്ലെ, ചാക്കോച്ചൻ ഇപ്പൊ താങ്കളുടെ നിർമ്മാതാവാണ്. അങ്ങനെ 26 കമ്പനി അമ്മയുടെ സംഘടനകളുണ്ട്. ഈ താരങ്ങൾ നിർമ്മാതാവായാലും എന്താണ് കുഴപ്പം? ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ആയിക്കോട്ടെ, ആദ്യത്തെ കാര്യം ഞാൻ തന്നെ പറയാം. ടൊവിനോയുടെ പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ റിലീസാകുന്ന പടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമകളാണ് റിലീസാവുന്നത്. അതിൽ മേജർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് ടൊവിനോയുടെ ഒരു പടമായിരുന്നു റിലീസായത്. അതേ സമയത്ത് രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയും റിലീസായിട്ടുണ്ട്. അപ്പോൾ
മമ്മൂട്ടിയുടെ സിനിമ അല്ല, അപ്പോൾ ആ കൊടുക്കാൻ നേരത്ത് അത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ലിസ്റ്റ് എടുത്തപ്പോൾ ആ ലിസ്റ്റിൽ അതില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് മമ്മൂക്കയുടെ സിനിമ അതിൻ്റെ അകത്ത് ഇല്ലാത്തത്. അല്ല, ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ കളക്ഷൻ കിട്ടിയിട്ടല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. തിയേറ്ററിൽ റൺ ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് ഒരു ജാതകം ഓടിക്കൊണ്ടിട്ടിരിപ്പുണ്ട്, പൊന്മാനം ഓടിക്കൊണ്ടിട്ടിരിപ്പുണ്ട്, അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സുരേഷ് ചേട്ടൻ ആ പറഞ്ഞ ലിസ്റ്റിൽ മേജർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ടൊവിനോ തോമസ് അഭിനയിച്ച ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പടമാണ്. അതുകൊണ്ടിട്ടാണ് അതിൻ്റെ കാര്യം ഇപ്പം ഇവൻ എടുത്തു പറഞ്ഞു മനസ്സിലായോ? ആ സമയത്ത് ആ ജനുവരി മാസത്തിൽ പല ആർട്ടിസ്റ്റുകളുടെ പടം ഉണ്ടായിരുന്നെങ്കിൽ, മേജർ ആർട്ടിസ്റ്റുകളുടെ പടം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ എടുത്തു പറഞ്ഞാൽ അവിടെ എങ്ങനെ അല്ല അത് അല്ല ഒരേ ഒരു സെക്കൻഡ്. ഇപ്പോൾ അത് മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ പുള്ളി എടുത്ത് അവതരിപ്പിച്ചത്. മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ എൻ്റെ അഭിപ്രായം അല്ലല്ലോ. ഒരു സെക്കൻഡ്, സംഘടനയുടെ അഭിപ്രായം എന്താണ്, സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എൻ്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുന്നു. അപ്പം ഞാനിത് രണ്ടും പറയണ്ടേ? അല്ലെങ്കിൽ രണ്ടും ഒന്നാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ്, സംഘടനയുടെ ഞാൻ അതാണല്ലോ എംപോസിഷൻ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഘടനയുടെ അഭിപ്രായം ഞാൻ 100% ഉൾക്കൊള്ളുന്നു. എൻ്റെ അഭിപ്രായം മറ്റൊന്നാണെങ്കിലും മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ സംഘടന നിലകൊള്ളുന്നത്. ആ സംഘടനയിൽ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഒരു സെക്കൻഡ്, ഇപ്പം CPM പാർട്ടി അല്ലെങ്കിൽ വന്നിട്ട് കോൺഗ്രസ് പാർട്ടി വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ എന്താണ് ഇത് പ്രത്യേകത? പ്രത്യേകത എന്താണ്? അല്ല, അതാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും ആന്റണി ചേട്ടൻ പറഞ്ഞത് ഞാൻ 100% സംഘടനയ്ക്ക് ഒപ്പമാണ്. ഞാൻ 100% നാളെ നിങ്ങൾ എന്നോട് ഇതിനൊരു സെക്കൻഡ്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആന്റണി ചേട്ടനെ തന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. 100% അദ്ദേഹം സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷേ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം, പുള്ളി ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഇരിക്കുമ്പോൾ ആ പടം റിലീസ് ആവാത്തത് കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് എന്തോ പറഞ്ഞൊരു കാര്യങ്ങൾ പുള്ളിക്ക് ഫീലായി. ആ ഫീല് പുള്ളി ഒരു എന്താ പറയുക, ഒരു പബ്ലിക് ഫോറത്തിലൂടെ പുള്ളി അതായത് അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. അത് ശരിയായ നടപടിയാണ് അല്ലേ? ഏതാണ് അത് ശരിയായ നടപടിയാണ്? ഏത് ആന്റണി പെരുമ്പാവൂരിനെതിരെ? തീർച്ചയായിട്ടും. കാരണം സംഘടനയ്ക്കെതിരെ ഇപ്പം ഇവൻ പറയുമ്പോൾ സംഘടനയുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഒരാൾ ഒരു കാര്യം പറഞ്ഞൊരു കാര്യത്തെ ഒരു പേഴ്സണൽ ഒരു ഫോറത്തിൽ കൂടെ ഒരു പബ്ലിക് ഫോറത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൂടെ ഇടുമ്പോൾ അത് സംഘടന അതിനെ എതിർക്കണമല്ലോ. കാരണം സംഘടനയുടെ തീരുമാനമല്ലേ സുരേഷ് കുമാർ പറഞ്ഞത്. സുരേഷ് കുമാറിന്റെ തീരുമാനം ആയിരുന്നെങ്കിൽ സംഘടന ഇത് അയക്കേണ്ട കാര്യമില്ലല്ലോ. ആ അതെ. എന്താണ്? അല്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ആൻഡോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു വലിയ സിനിമയുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന ഒരു വലിയ പടവും അതിനൊരു ഭയങ്കര ബഡ്ജറ്റുള്ളൊരു പരിപാടി ആയതുകൊണ്ടിട്ട് അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പല ഇഷ്യൂസ് നടക്കുന്ന ഓരോ മീറ്റിങ്ങുകൾക്ക് പുള്ളിക്ക് വന്നെടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് പുള്ളി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇന്ന കുറച്ച് നാൾ തന്നെ ഒരു ലീവ് തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനയിലെ ബൈലോയിലുണ്ട് അതിൻ്റെ അടുത്ത പേഴ്സൺ ആരാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റുമാരാണ്. ആ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഒന്ന് G സുരേഷ് കുമാറും ഒന്ന് സിയാദ് കോക്കറുമാണ്. അപ്പോൾ അവരാണല്ലോ അത് പറയേണ്ടത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഈയിടെ ഇപ്പം ഈ 3 പടം റിലീസായി. പൈങ്കിളി, റൊമാൻസ്, പിന്നെ ഒരു പടം കൂടെ റിലീസായി, ദാവീദ് എന്ന് പറയുന്ന പടം കൂടെ റിലീസായി. ഇതിൻ്റെ തലേ ദിവസവും ഈ സംഘടനയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം PVRഉം സിനി പോലീസും വന്നിട്ട് അവരുടെ അവിടെ പടം കളിക്കത്തില്ല, മലയാള പടം ഒന്നും കളിക്കത്തില്ല, അവർ ബുക്കിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഹൈദരാബാദ്, ചെന്നൈയിൽ, ബോംബെയിലെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും ബുക്കിംഗ് എടുത്തില്ല. ഈ ഇഷ്യൂസൊക്കെ ഈ സംഘടനയാണ് സോർട്ട് ഔട്ട് ചെയ്തത്. എന്തുകൊണ്ടിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കണ്ടന്റ് വെക്കണം എന്നുള്ള കാര്യങ്ങൾ VPF ചാർജ് ഞങ്ങൾ 3500 രൂപയെ തരുള്ളൂ എന്ന് പറയുന്നൊരു കാര്യത്തിൽ അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. അവർ വന്നു ഈ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഈ സംഘടനയാണ് അതിനെ സോർട്ട് ഔട്ട് ചെയ്തത്. 3500 രൂപയ്ക്ക് അവർ റെഡിയായി. അപ്പോൾ അങ്ങനെയാണ് ഈ പടങ്ങൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്തു. ഇവർ സ്റ്റോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ചർച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷമാണ് അത് സോർട്ട് ഔട്ടായി. അപ്പം ഇങ്ങനെയുള്ള വലിയ അപ്പം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എത്രയോ ആയിരക്കണക്കിന്, 10,000 കണക്കിന്, ലക്ഷക്കണക്കിന് രൂപയാണ് സേവ് ചെയ്യുന്നത് അസോസിയേഷൻ വഴി.
അപ്പോൾ അസോസിയേഷൻ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ അതിനെതിരെ ഫൈറ്റ് ചെയ്താൽ നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അതുകൊണ്ടിട്ടാണ് ഒരു അസോസിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതേ കുറിപ്പ് എഴുതിയ ആന്റണി പെരുമ്പാവൂർ തന്നെ പറയുന്നത് ഞാൻ സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷേ സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു എതിർ അഭിപ്രായമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അതിനകെ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതാണ് മാധ്യമത്തിൽ കൂടെ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യലോ. ഇപ്പൊ അതിന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ. ആന്റണി ചേട്ടനും സുരേഷ് ചേട്ടനും എല്ലാം വരുന്ന മീറ്റിംഗ് ഞങ്ങൾ വെച്ചു. ഉണ്ട്, മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ശരിയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു ബ്രദറുണ്ട്. അവൻ എൻ്റെ നാട്ടിലാണുള്ളത്. അവൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞിട്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. ഇപ്പം ആന്റണി ചേട്ടൻ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് അറിഞ്ഞത്. ഇതാണ് സത്യം. ഈ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് ചർച്ച ചെയ്യുന്നതും നിങ്ങൾ മാധ്യമങ്ങളും ഇത് അറിയുന്നതും എല്ലാം അങ്ങനെ തന്നെയല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനിത് അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടതായിട്ടും വരുന്നത്. പിഷാരടി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അത് ശ്രദ്ധിച്ചോന്നറിയാം. പിഷാരടി പറഞ്ഞു താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഷാരടി പറഞ്ഞു നമുക്കൊരു കാർ വാങ്ങാൻ പ്രീമിയർ കാറിന് വേറെ പൈസ കൊടുക്കണം, മറ്റേ കാറിന് വേറെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഒരു താരത്തിന് വേണമെങ്കിൽ ആ താരത്തിന്റെ മൂല്യമുണ്ട്, ആ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അത് കൊടുക്കാൻ തയ്യാറാകുന്നത് നിർമ്മാതാക്കളാണ്. കാർ വാങ്ങാൻ പോകുന്നത് ഞാനാണ് ആ പൈസ ഇത് കാണിക്കുക. അതല്ലേ പിഷാരടി പറഞ്ഞതിൽ അടിസ്ഥാനമില്ലേ? അല്ല, പിഷാരടി പറഞ്ഞത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പിഷാരടി അതാ ഞാൻ പറയാം, എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ലോ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ. അങ്ങനെയല്ലല്ലോ. എല്ലാവരുടെയും അവരവർക്ക് യോജിച്ച രീതിയിൽ അവരവരുടെ ഭാഷയിലാണ് അവരവർ എഴുതുന്നത്. പിഷാരടിയുടെ ഭാഷയിലാണ് അതിനെ എഴുതിയത്. പറഞ്ഞു മനസ്സിലായോ? ഒരു പ്രീമിയം കാർ എന്ന് പറയാം, പ്രീമിയം കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോൾ അതിനൊരു പ്രൈസ് കിട്ടും. ഇപ്പം എൻ്റെ ബോസ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം കാർ ആയിരുന്നു ഞാനത് എടുത്തപ്പോൾ. ഇപ്പോഴും അത് എന്താ 5 പൈസ കിട്ടാതെ അതവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പറഞ്ഞു മനസ്സിലായോ? 5 പൈസ കിട്ടിയിട്ടില്ല. എന്ത് പ്രീമിയം കാർ? അല്ല, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യമുള്ളൂ. പ്രീമിയം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കാർ ഞാൻ 4 കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാറ് അത് 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ 2 കോടി രൂപ അതിന് കിട്ടും. ഞാനത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അല്ലല്ല, ഞാൻ എന്താണ് പറയുന്നതെന്നൂടെ മനസ്സിലാക്കുക. അതാണ്. അപ്പോൾ 4 കോടി രൂപ വാങ്ങിക്കൊണ്ടിരുന്നവരാ. ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഒരു റേഞ്ച് റോവർ ഉണ്ട്, ഞാൻ വാങ്ങിയപ്പോൾ 2,60,00,000 രൂപയായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ആ വണ്ടി, അതേ വണ്ടിക്ക് തന്നെ ഇപ്പോൾ 2 കോടി രൂപ താഴെ വിലയുള്ളൂ. അത് ഇന്ത്യയിലാണ് അതിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അല്ലാത്ത സമയത്താണ് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ഏതെങ്കിലും ഒരാൾ കൊണ്ടുപോയി 2 കോടി രൂപയ്ക്ക് കിട്ടേണ്ട താൻ 2,60,00,000 രൂപയ്ക്ക് പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ? പ്രീമിയം കാർ തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. അല്ല, അത് വരും ദിവസങ്ങളിൽ കാണാമല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, നിങ്ങളിപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു, ഞാനും മീഡിയയിലാണെങ്കിൽ ഞാനും ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. ഞാൻ നിർമ്മാതാവാണ്, ഞാൻ ഈ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നവരിൽ ഒരാളാണ്. അപ്പം ഞാൻ ആൻസറബിളാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്. അതിനുള്ള മറുപടികൾ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഭാഷയിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിട്ടിരിക്കും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങൾ, ടെക്നീഷ്യന്മാരുടെ ശമ്പളം കൂടുതലാണ്. ഇത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പടം എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ വേറെ എന്ത് പോയി തൊഴിൽ നടന്നു? നമുക്ക് സിനിമ എന്ന് പറയാൻ ഞാൻ ഒരു പൊളിറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല, ഞാൻ സ്പോർട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യുന്നത് സിനിമേനെ പറ്റി മാത്രമാണ്. സിനിമയാണ് എനിക്കെല്ലാം. അപ്പോൾ സിനിമാ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, അത് അങ്ങനെയാണല്ലോ. അങ്ങനെയല്ല, ഒരു മിനിറ്റ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രീമിയം എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇതേ ആർട്ടിസ്റ്റിനെ വെച്ച് പ്രീമിയം ലെവലിൽ തന്നെ അത് കുറച്ചുകൂടെ കോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പടം എടുക്കും. ഇപ്പം ഇതേ നിവിൻ പോളിയായിട്ട് ഞാൻ വേറെ പടവും ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി? അപ്പം എന്നല്ല, അലി ചോദിച്ചതിന് പ്രീമിയം കാറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ പെർസെന്റേജ് കൊടുക്കാൻ തയ്യാറാണല്ലോ. ഇപ്പൊ ഒരു മിനിറ്റ്, അവർക്ക് ഒരു മൂല്യം നിർണ്ണയിക്കാൻ അവർക്ക് അവകാശമില്ലേ? ഒരു താരം എന്നുള്ള നിലയിൽ, പെർഫോമർ എന്നുള്ള നിലയിൽ അവരുടെ വാല്യൂ, അത് ആക്ടർ ആയിക്കോട്ടെ, ഡാൻസർ ആയിക്കോട്ടെ, അവർക്ക്
അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവരുടെ മൂല്യം എത്രയാണ്, അവർക്ക് ഇത്ര കിട്ടണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ലേ? അതാണല്ലോ ഇത്രകാലവും. അല്ല ഞാൻ ചോദിച്ചു, അല്ല അതെ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു വന്നിട്ട് ഒരു പെട്രോളിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്യത്തില്ലേ? ഇപ്പൊ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുപോയി താത്തി, ഇപ്പൊ അത് എല്ലാവർക്കും ഉപകാരപ്പെടുത്തില്ലേ? ഇപ്പൊ നമ്മളൊരു ഒരു വ്യക്തി അല്ലല്ലോ പോയി RBIയോട് പോയി പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് താത്തണമെന്ന്. ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ RBI താത്തി തന്നേക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഗുണകരമാകത്തില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ളൂ. ഇപ്പൊ ഇവര് താത്തി തന്നു കഴിഞ്ഞാൽ കൂടുതൽ സിനിമകൾ ഇപ്പൊ ഇവിടെ നടക്കും. സിനിമകൾ നടക്കുമ്പോൾ തിയേറ്ററുകൾക്കെല്ലാം പടം കിട്ടും, ഇത്രയേ ഉള്ളൂ. ആ പടം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആന്റണി ചേട്ടനുമായിട്ട് ഇന്ന് രാവിലെയും സംസാരിച്ചു, സുരേഷ് ചേട്ടനുമായിട്ട് സംസാരിച്ചു. അതിന്റെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഈവൻ പങ്കുവെച്ചത്. എങ്ങനെ? അല്ല, ഞങ്ങളിപ്പോൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ആന്റണി ചേട്ടന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നേക്കാൾ വേണ്ടപ്പെട്ട ആളാണ് സംഘടനയ്ക്ക് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആൾ. അത്രയും സീനിയർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പുള്ളി ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ പുള്ളിനെ തള്ളി പറയാനായിട്ട് ഈവൻ പറ്റത്തില്ല. പക്ഷേ ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മളൊരു ലെറ്റർ കൊടുക്കേണ്ടതായിട്ട് ഇപ്പോൾ ഇവൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത ദിവസം മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഇതെല്ലാം അവിടെ സോർട്ട് ഔട്ട് ആവും. പുള്ളിയുടെ ഒരു വിഷമം ഇപ്പോൾ ഇവൻ പങ്കിട്ടു എന്നുള്ളത് സത്യമാണ്, 100%. അത് സുരേഷ് ചേട്ടനോട് പറഞ്ഞു, സുരേഷ് ചേട്ടന് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവും അത് ബിസിനസ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടിട്ടാ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ ഈ സംഘടനയിലെ, അതായത് എനിക്ക് ഈ സംഘടനയിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിലും, ഞാൻ ഈ സംഘടനയിലെ ഒരു പ്രസിഡന്റ്, ഒരു സംഘടനയിലെ ട്രഷറർ എന്നുള്ള നിലയിലും, നിലവിൽ സിനിമകൾ എടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന രീതിയിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്നുള്ള രീതിയിലൂടെ വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇല്ല, ഇതൊരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഈ മീറ്റിംഗ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വെച്ചിരുന്നേനെ. മനസ്സിലായോ? അല്ല, ഞാൻ ഇവരെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അല്ല, നടത്താമായിരുന്നു. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ ആദ്യമേ ഇവിടെയാണെന്ന് പറഞ്ഞു പോയി, അതുകൊണ്ടിട്ടാണ് ഞാൻ നടത്താത്തത്. ആന്റണി പെരുമ്പാവൂർ ഈ സുരേഷ് കുമാറായിട്ട് വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂർ പല പ്രാവശ്യം ലിസ്റ്റിനെയും സംഘടനയുള്ള പല ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് ലിസ്റ്റിൽ കൃത്യമായിട്ട് അറിയാം. ഈ എന്റെ പ്രശ്നത്തിൽ നിങ്ങളൊരു വാർത്താക്കുറിപ്പ് ഇറക്കി ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് ലിസ്റ്റ് പറയുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. അങ്ങനെ തിരുത്താത്തത് കൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൃത്യമായിട്ട് നേരത്തെ കൃത്യമായ മറുപടിയല്ല പറഞ്ഞത്, അതിന് മറുപടി പറയണം. അതോടൊപ്പം താരങ്ങൾ നിർമ്മിച്ചാൽ തിയേറ്ററിൽ കളിക്കില്ല എന്ന് പറഞ്ഞ അടിസ്ഥാന സിനിമ ഓടിക്കില്ല എന്ന് പറഞ്ഞതിൽ ലിസ്റ്റിന് തിയേറ്റർ ഉണ്ട്, ലിസ്റ്റിന് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ പണിമുടക്ക് വന്നാൽ ലിസ്റ്റിന്റെ തിയേറ്ററിൽ ആ സിനിമകൾ ഓടിക്കുമോ? ഈ രണ്ടിനും കൃത്യമായ ഒരു മറുപടി. അല്ല, അതായത് സുരേഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഫസ്റ്റ് ഞാൻ കേൾക്കാത്തൊരു കാര്യം കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തരത്തില്ല. പക്ഷേ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തിയേറ്ററിൽ പടം കളിക്കും, അതിനെന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ കേൾക്കാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഞാൻ അത് കേട്ടു. ഞാനില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പോയപ്പോ ഞാൻ ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അല്ല, ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു ആന്റണി പെരുമ്പാവൂർ? താങ്കൾ ആവശ്യപ്പെട്ടു, സംഘടന ഒരാളുകളും ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. അല്ലല്ല, അതങ്ങനെയല്ല, അത് കഴിഞ്ഞിട്ടാണ്. അല്ലല്ല, സുരേഷ് കുമാറിന് നടത്തുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വന്നേനെ. എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഇത്രയും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും വാർത്താസമ്മേളനം നടത്താത്തത്? നിർമ്മാതാക്കളുടെ സംഘടനയോ സുരേഷ് കുമാറോ ആന്റണി പെരുമ്പാവൂർ പരസ്യമായിട്ട് ഈ വിഷയത്തെ ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ വാർത്താക്കുറിപ്പ് അല്ലാതെ ലിസ്റ്റിംഗ് പേഴ്സണായിട്ട് അല്ല, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അസോസിയേഷൻ്റെ ഒരു സെക്കൻഡ്, ഞാനിത് രണ്ട് പേരോടും അസോസിയേഷനിലുള്ള 2 മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ 2 സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഇവരുമായിട്ട് ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. ഞാൻ ഇവരോടുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അത് രണ്ടുപേരും വേണ്ടപ്പെട്ടവരാന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിച്ചത് സംഘടനയും ഒരാൾ സംസാരിച്ചത് വ്യക്തിയുമായിട്ടാണ്.
അപ്പൊ സംഘടനയും വ്യക്തിയും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. അല്ല അതാണ് ഒരു മിനിറ്റ്. ഇപ്പോൾ ആന്റണി ചേട്ടൻ ആ മീറ്റിങ്ങിൽ വന്നിരിക്കുകയും ആന്റണി ചേട്ടൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഗനിസ്റ്റും ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. മനസ്സിലായോ? ഒരു മജോറിറ്റി അങ്ങനെയാണല്ലോ, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പ്രസന്റ് ചെയ്യുന്നത് പോലെയാണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു എന്താണ്, അപ്പോൾ ഒരു മജോറിറ്റിയുടെ ഒരു സ്വഭാവം എന്താണ്, മജോറിറ്റി ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ആളെ വരുവും പങ്കെടുക്കുകയും ആന്റണി ചേട്ടൻ അത് പറയുകയും ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു കാര്യമായി ചിലപ്പോൾ മാറിയേനെ. എത്രയാണ് ഞാൻ പറയുന്നത്, വരാതെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ വന്നിട്ട് അത് പ്രസ് മീറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇനി തെറ്റായി പോയെങ്കിൽ പോലും നമുക്ക് എവിടെയാണ് അത് ശരിയാക്കാൻ പറ്റുന്നത്? എങ്ങനെ തെറ്റാണോ? അല്ല, മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ അത്. സുരേഷ് കുമാറിന്റെ അഭിപ്രായമല്ല. സുരേഷ് കുമാറിന്റെ അഭിപ്രായമല്ല മജോറിറ്റി. സുരേഷ് കുമാർ ഞങ്ങളുടെ അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്ന അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഇവരെല്ലാം വളരെ അടുപ്പമുള്ളവരാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാർ ഏത് സാഹചര്യത്തിലാണ് വാർത്താസമ്മേളനം നടത്തിയെന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ ഫോൺ കോളിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഫേസ്ബുക്ക് അല്ലാതെ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഇപ്പോൾ പറയുക, അത് വേറൊരാൾ കേൾക്കുന്നു. കേട്ട് കഴിയുമ്പം ഞാൻ ആ പറഞ്ഞ ഒരാളോട് പറഞ്ഞൊരു കാര്യം അയാൾക്ക് ഇത്രയും ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെയും വരാലോ. ഈ സുരേഷ് കുമാറിനെ ആന്റണി ചേട്ടനെയും മാറ്റി നിർത്തിയാലേ വേറൊരു 2 വ്യക്തികൾ തമ്മിലുള്ളൊരു കാര്യമാണെന്ന് ഓർക്ക്. ഞാൻ പറഞ്ഞാൽ എടാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, നിനക്കത് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെനിക്ക് ഉദ്ദേശിക്കാലോ. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ഒരു സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ആളുകളാണ്, ഇത്രയും അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഒരു ഫോൺ കോളിലെങ്കിലും ചോദിക്കില്ല എന്താ താൻ അങ്ങനെ പറയാൻ കാരണം എന്താണോ ചോദിക്കില്ലേ? ഞങ്ങളുടെ മുന്നിൽ ഉള്ള പ്രശ്നം എന്താണ്? സംഘടന നിലപാട് അതാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്. ലിസ്റ്റിൽ വ്യക്തി എന്നുള്ള നിലയാണ് ഇപ്പോൾ വാർത്ത നടത്തുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഇതൊരു കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനമോ അല്ല. ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ തിയേറ്റർ നടത്തുന്ന ആളാണ്. ഞാൻ ഈ സിനിമ നിർമ്മാതാവാണ്. ഇപ്പോഴും 3-4 സിനിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാതാവാണ് ഞാൻ. ഇതിൻ്റെ ഈ അസോസിയേഷൻ്റെ ഒക്കെ ഭാരവാഹിത്വം 2 അസോസിയേഷനിൽ വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതെൻ്റെ പേഴ്സണൽ ഇതാണ്. ഈ കാര്യത്തെപ്പറ്റി ഇതെന്താണെന്നോ, എല്ലാവരും ഞങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഇത്രയും പേരുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഓരോരുത്തർ ഇന്നിപ്പോൾ ഒരാളിടുന്നു, നാളെ വേറെ 2 പേര് ഇടുന്നു, അതിൻ്റെ പിറ്റേ ദിവസം ഒരു 4 പേരിലേക്ക് ഇത് പോവുകയാണ്. ഇത്രയും പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇതിലില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മീറ്റിംഗ് കൊണ്ടിട്ട് നമ്മൾ അത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ എന്നെ സസ്പെൻഡ് ചെയ്തു, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പുള്ളീനെ അങ്ങനെയല്ല. ആന്റണി ചേട്ടൻ അത് അങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു സംഘടന കൂട്ടായ്മയിൽ എടുത്ത ഒരു തീരുമാനത്തെ പറഞ്ഞപ്പോൾ ആന്റണി ചേട്ടൻ അത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കത്തിൻ്റെ ഒരു ചെറിയ ഉള്ളടക്കം. ആ 2 പേജ് അടങ്ങുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത ദിവസം ഇവർ തമ്മിൽ ഇരിക്കുന്നുണ്ട്, ഇവരെ വിളിച്ചിട്ടുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നം സോർട്ട് ഔട്ടാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോഴും 100% ഉറപ്പ് വരുവാണ്, നാളെ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അസോസിയേഷൻ സംഘടന തീരുമാനിക്കുന്ന ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ആന്റണി പെരുമ്പാവൂർ. അതിൻ്റെ അകത്ത് 1% ഡൗട്ടില്ല. അത് ഞാൻ 100% ഞാൻ പറയുകയാണ്. അത് ആന്റണി പെരുമ്പാവൂർ ആ സംഘടനയ്ക്കൊപ്പം 100% ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ 100% ഉണ്ടാവും. ആന്റണി പെരുമ്പാവൂർ നിൽക്കും. പക്ഷെ സംഘടനയിൽ കിട്ടുന്ന തിരിച്ചടി എങ്ങനെയാണ്? അദ്ദേഹത്തെ തള്ളിയാണ് ഇപ്പൊ നിങ്ങൾ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അങ്ങനെയൊന്നുമില്ല. അല്ലല്ല. സുരേഷ് കുമാർ പറഞ്ഞ പ്രസ്താവനകളെ ഭൂരിഭാഗം തള്ളിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നു. അത് മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര താരങ്ങൾ ഷെയർ ചെയ്തു. അതായത് അവരുടെ അഭിപ്രായം അതാണ്. ഇപ്പൊ 2 സംഘടനകൾ തന്നെ 2 അഭിപ്രായം, ഒരു സംഘടനയ്ക്കകത്ത് 2 അഭിപ്രായം. ഇതിനെ എങ്ങനെ നിങ്ങൾ പരിഹരിക്കുന്നു? അല്ല, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിപ്പം ഒരു അഭിപ്രായം ആന്റണി ചേട്ടൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു. ടൊവിനോ ഞങ്ങളുടെ മെമ്പറല്ല, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു മെമ്പറല്ല. അപ്പോൾ ടൊവിനോ അത് ഷെയർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹത്തിന് ഇപ്പോൾ അത് തോന്നിക്കാണുമായിരിക്കും അത് ആയിരിക്കും ശരി എന്നുള്ളത്. അതുകൊണ്ടിട്ട് അത് ഷെയർ ചെയ്തത്. ഞങ്ങൾക്കുള്ളിലുള്ള ഒരു മെമ്പർ ഇപ്പം ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ ഫൈൻ ഇപ്പോൾ അസോസിയേഷനെതിരെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അസോസിയേഷന് ഫൈൻ അടച്ചിട്ടുള്ള ആളാണ്. പറഞ്ഞു മനസ്സിലായി. ഞാനിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ അസോസിയേഷനിൽ.
അപ്പോൾ അത് ആരാണേലും അങ്ങനെ തന്നെയാണ്. ഈ സുരേഷ് കുമാർ എല്ലാം ബാധകമായിട്ടുള്ള ഒരാളാണ് ഇതിന് മുമ്പൊക്കെ. ഇപ്പോൾ ഉള്ള സുരേഷ് കുമാർ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, വർഷങ്ങളായിട്ട് സിനിമയെടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്ക് എന്താണ് കാര്യം ഇരിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് കാര്യം? അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ടത്? ഒരു സുഹൃത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു എതിരെ അഭിപ്രായം വാങ്ങേണ്ട എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ഇരിക്കേണ്ടത്? ഒരു കാര്യമില്ല. വലിയ ഹിറ്റായ ഒരു സിനിമയാണ് അത് ടോവിനോ തോമസിന്റെ ഇതിലേക്ക് വരികയും അതേസമയം ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് നിർമ്മാതാവിന്റെ ക്രെഡിറ്റിലേക്ക് വരികയും ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സിനിമ ഫ്ലോപ്പ് ആകും, അദ്ദേഹം അഭിനയിച്ച വേറൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഈ ആക്ടറിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതും എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ഇവിടെ ഹീറോനെ വെച്ചിട്ടാണ്, അല്ലാതെ വന്നിട്ട് പ്രൊഡ്യൂസർക്കല്ല ഒരു ബിസിനസ് നടക്കുന്നത്. ഹീറോനെ വെച്ചിട്ടാണ് ബിസിനസ് നടക്കുന്നത്. ഇതേ ടൊവിനോ തോമസിന്റെ പ്രീവിയസ് പടം നിർമ്മിച്ച ആൾ ഞാനാണ്. അത് നമ്മൾ പരസ്യം ഇപ്പം ചെയ്തിരുന്നു. 100 കോടി ക്ലബിൽ വന്ന ഇൻഡിവിജ്വൽ സിനിമയാണ്. ടൊവിനോയുടെ കരിയറിലെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഉൾപ്പെടെ പബ്ലിസിറ്റി ചെയ്തതാണ്. അടുത്ത പടം ടൊവിനോയ്ക്ക് അപ്പോൾ ആ 100 കോടിയോ അല്ലെങ്കിൽ ആ സിനിമ അത്രയും വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലാഭവിഹിതം എന്ന് പറയുന്നത് അതൊക്കെ പ്രൊഡ്യൂസേഴ്സിന് നേട്ടമായി മാറുകയും അത് സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഹീറോയുടെ ഉത്തരവാദിത്തമായി മാറുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ലോ. അപ്പം ഹീറോകളാണല്ലോ ഇതിൻ്റെ അകത്തൊരു മേജർ ശമ്പളം വാങ്ങുന്നത്. ആരാണ്? ഹീറോസ് ആണ് വാങ്ങുന്നത്. അതുകൊണ്ടിട്ടാണ് ഹീറോയുടെ പേരിൽ പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷന് ചായ കൊണ്ടുതരുന്ന ചേട്ടൻ്റെ പേരിലേക്ക് ഇത് ചാരി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ അതുകൊണ്ടിട്ടാണല്ലോ ഇത് ഹീറോയുടെ പേരിൽ വരുന്നത്. ഹീറോയാണ് ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നയാൾ. അതുകൊണ്ടിട്ടാണ് അത് പറയുന്നത്. അത് സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആർട്ടിസ്റ്റുകളും ഞങ്ങൾക്കല്ലെ മേജർ ടെക്നീഷ്യൻസും പടത്തിൽ റെമ്യൂണറേഷൻ കുറച്ച് തരിക എന്നുള്ളത് മാത്രമാണ്. ഉണ്ട്. ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് 1 കോടി രൂപ വായ്പ തന്നിരുന്നത്. എന്നിട്ടാണ് താരങ്ങളെ തള്ളി പറയുന്നത്. അതിൽ ഇപ്പോഴും 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന. എന്നിട്ട് താരങ്ങളെ വെക്കിട്ട് കയറാൻ വരണ്ട എന്നാണ് അമ്മയുടെ പ്രതിനിധി, അമ്മ നിയോഗിച്ച ജയൻ ചേർത്തല പറഞ്ഞത്. അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? 1 കോടി രൂപയാണ് നിങ്ങൾക്ക് വായ്പ വന്നത്, 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എന്നിട്ട് അമ്മയുടെ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഓടിക്കില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആർക്കാണ് അധികാരമുള്ളത്? അല്ല, ഒരിക്കലും ഇപ്പൊ അല്ല, നമ്മൾ ബിൽഡിംഗ് പണിയാൻ നേരത്ത് അമ്മ നമ്മളെ സഹായിച്ചു എന്നുള്ളത് കറക്റ്റ് സംഭവമാണ്. നമുക്ക് 1 കോടി രൂപ വായ്പ വാങ്ങിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ ആ പൈസയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 40 ലക്ഷം കൊടുക്കാനുണ്ടോ? ഇല്ല, ഞാൻ ഒന്ന് വേണേ കൺഫേം ചെയ്തേക്കാം. പിളർപ്പോ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? നിങ്ങൾ എന്നോട് ചോദിച്ചു. നമുക്ക് ഇടയിലൊരു സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഞാൻ, നിങ്ങളെല്ലാവരും മീറ്റിങ്ങിലൊക്കെ വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിനെ വളർത്താനായിട്ട് ഉള്ള ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനത് വന്ന് 100% അഭിപ്രായ വ്യത്യാസം എടുത്തവർ എന്നേക്കാൾ കൂടുതൽ അർഹനാണ് ആന്റണി പെരുമ്പാവൂർ. ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള, എന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ആളാണ് പുള്ളി. അത്രയും ഹിറ്റുകൾ, വലിയ വലിയ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അത്രയും ഹിറ്റുകൾ ഞാൻ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ തിയേറ്ററുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ. പ്രൊഡ്യൂസേഴ്സിന് അസോസിയേഷന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ. ആർട്ടിസ്റ്റിന് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത്രയും റിസ്കുകൾ എടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂർ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എന്നേക്കാൾ കൂടുതൽ എൻ്റെ അസോസിയേഷൻ ആവശ്യമുള്ള ആളാണ് ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും, രണ്ടുപേരും. അല്ല, ആന്റോ ജോസഫ് ലീവിലായതുകൊണ്ടിട്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അമ്മ തന്ന കത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഏതാണ്? അമ്മ ഒരു കത്ത് നൽകിയിരുന്നു. എന്താണ്? നാദനില്ല കളരി എന്ന് വിളിച്ചത് അംഗീകരിക്കില്ല, ഖേദം പ്രകടിപ്പിച്ച് താരസംഘടനയ്ക്ക് ഒരു കത്ത് നൽകണം, നിർമ്മാതാക്കൾ കത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു മറുപടി കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാവും. അല്ല, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടില്ല കേട്ടോ. നാദനില്ല കളരി എന്ന് പറയുന്നത് അല്ല, നാദനില്ല കളരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ തീർച്ചയായിട്ടും മറുപടി കൊടുക്കും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഒരു കത്ത് ആരയച്ചു കഴിഞ്ഞാലും അതിന് അസോസിയേഷൻ മറുപടി കൊടുത്തിരിക്കും. തീർച്ചയായും. അമ്മയെ അന്ന് നേരത്തെ പറഞ്ഞു താരസംഘടന അന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്ന് ഇപ്പം ലിസ്റ്റിൽ പറഞ്ഞു. അന്ന് കൊടുത്ത ലെറ്റർ വേറെ രീതിക്കാണ്. റൈറ്റ്സുമായിട്ട് ഡബിങ്ങിന് ശേഷവും അല്ലെങ്കിൽ സെൻസറിന് ശേഷവും 30% എന്നാണ് പറയുന്നത്. പല സിനിമകളും സെൻസർ ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ താരങ്ങൾക്കും ജീവിക്കണം എന്നുള്ള കാര്യമാണ്. അല്ല, അതാണല്ലോ അവര് ജനറൽ ബോഡിയിൽ ചോദിച്ചിട്ട് പറയാമെന്ന് ഇപ്പൊ ഇവൻ പറഞ്ഞു. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കുമാർ. അല്ല, അതുകൊണ്ടാണ്. അപ്പൊ അവർക്കത് സമയമെടുക്കും എന്ന് പറഞ്ഞതുകൊണ്ടിട്ടാണ് നമുക്കുള്ളിൽ അത് ഡിസ്കസ് ചെയ്തത്. സമരത്തിന് അവരെ വിളിക്കേണ്ടതല്ലേ ആയിരുന്നല്ലേ?
പ്രഖ്യാപനം നടത്തുന്ന ഒരു യോഗത്തിന് അമ്മയിൽ അല്ല അതാണല്ലോ നമ്മൾ നാളെ അല്ലല്ലോ വെച്ചേക്കുന്നത്, നമ്മൾ ജൂണിലല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ എത്രയോ മീറ്റിങ്ങുകൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നടത്തും. അപ്പോൾ ഇതാണ് മാറ്ററുകളുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് സുരേഷ് ഏട്ടനായിട്ടോ സുരേഷ് കുമാർ ഏട്ടനായിട്ടോ ആന്റണി പെരുമ്പാവൂരായിട്ടോ അങ്ങനെ പറഞ്ഞു തീരാത്ത തരത്തിലുള്ള ഒരു വിഷയങ്ങളും ഞങ്ങൾക്കിടയിലോ ഞങ്ങളുടെ സംഘടനയ്ക്കിടയിലോ ഇല്ല. അതായത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടയിലുള്ള വലിയ നിർമ്മാതാവ് വലിയ മുതൽ മുടക്കിൽ ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ വേറൊരാൾ ഞങ്ങളുടെ സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കമൻറ്റ് അദ്ദേഹത്തിന് ആന്റണി ചേട്ടൻ അതൊരു ഒരു അത്ര പോസിറ്റീവായിട്ട് അത് തോന്നിയില്ലാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു കുറിപ്പ് വരികയും അതിനെ തുടർന്നുള്ള 1-2 എന്താ പറയുക ചർച്ചകളുമാണ് നടന്നത്. ഈ വിഷയം ഞാനിപ്പോൾ പറയുകയാണ്, ഈ വിഷയം ഞങ്ങൾ ഇന്ന് കൊണ്ടിട്ട് തന്നെ ഇത് തീർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ച് തന്നെ അസോസിയേഷനിൽ മീറ്റിംഗ് ഉള്ളതാണ്, കൂടുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല. വെറുതെ ഓരോരുത്തരും എടുത്ത് പോസ്റ്റ് ഇട്ട് ചുമ്മാ അതൊരു ചർച്ചയാക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഇവർ തമ്മിലുള്ള പേഴ്സണൽ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഒരു 100% ഗ്യാരണ്ടിയോടുകൂടി പറയുകയാണ്, ഇതൊരു അനാവശ്യ ടോക്കാണ്. ഇതുകൊണ്ട് ഇവിടെ തീരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. അല്ല, സംഘടനയ്ക്ക് വേണ്ടിയിട്ടും വ്യക്തിപരമായിട്ടുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. അല്ല ആക്ച്വലി ഞാൻ ഈ മീറ്റിംഗ് ഇന്നലെ ഞാൻ വിളിച്ചേനെ, ആക്ച്വലി ഡിസ്കസ് ചെയ്തിരുന്നേനെ. എനിക്ക് സയൻസ് പ്രോബ്ലം ആയതുകൊണ്ടിട്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായി പോയി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇത് വിളിച്ചിത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.